പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇഡിക്കുമെതിരായ മുദ്രാവാക്യങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നു. വീടിനു മുന്നിൽ തോക്കും ലാത്തിയുമായി CRPF സംഘം നിലയുറപ്പിച്ചു. പ്രവർത്തകരുടെ എണ്ണം കൂടി. വീടിന്റെ ഗേറ്റ് അടച്ച് CRPF പ്രതിരോധം ശക്തമാക്കി. സ്ഥലത്തെത്തിയ പോലീസ് പ്രവർത്തകർക്കും CRPFനും ഇടയിൽ നിന്നു. അവിടെ നിന്നു പോയ ഗോവിന്ദൻ സ്ഥിതി വഷളാകുന്നുവെന്നറിഞ്ഞ് അരമണിക്കൂറിനു ശേഷം തിരികെ എത്തി. പരിശോധന നീണ്ടതോടെ അക്ഷമരായ പ്രവർത്തകർ ഉച്ചയോടെ വീടിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. തടയാൻ പോലീസിന്റെ ദ്രുതകർമ്മസേന രംഗത്തിറങ്ങിയതോടെ സംഘർഷം കനത്തു. തുടർന്ന് കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തി. സുരക്ഷാ സന്നാഹത്തിന് മേൽനോട്ടം വഹിച്ച് 2 ഡെപ്യൂട്ടി കമ്മീഷണർമാർ മുന്നിൽ നിന്നു. സംഘർഷമുണ്ടാവില്ലെന്ന് നേതാക്കൾ ഉറപ്പു നൽകിയ വിവരം പോലീസ് അറിയിച്ചതിനു പിന്നാലെയാണ് വീടിന് പുറത്തിറങ്ങാൻ ED സംഘം തയ്യാറായത്. 2:45 ഗേറ്റ് തുറന്ന് 3 വാഹനങ്ങളിലായി ED CRPF സംഘം ഇറങ്ങി. ആദ്യ വാഹനത്തിൽ ബാങ്ക് ഉദ്യോഗസ്ഥയും 4 ED ഉദ്യോഗസ്ഥരുമാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ വാഹനം ഗേറ്റ് കടന്ന് റോഡിലിറങ്ങിയതിനു പിന്നാലെ പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകരെത്തി. തടയാൻ നേതാക്കൾ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കാറിന്റെ ബോണറ്റിലടിച്ച് പ്രവർത്തകർ കൈകൊണ്ടിടിച്ച് ചില്ല് തകർത്തു. പിന്നാലെ ഇഷ്ടിക കൊണ്ട് 2 തവണ മുന്നിലെ ചില്ലിലേക്ക് എറിഞ്ഞു. വളഞ്ഞിട്ടുള്ള ആക്രമണത്തിൽ കാറിന്റെ 4 വശത്തെയും ചില്ലുകൾ പൊട്ടിച്ചിതറി. പിന്നാലെ കാറിനുള്ളിലേക്ക് കൈയിട്ട് ഉദ്യോഗസ്ഥരെ കടന്നു പിടിക്കാൻ ശ്രമം. തൊട്ടു പിന്നാലെ ഇറങ്ങിയ വാഹനത്തിന്റെ ചില്ലുകളും അടിച്ചു തകർത്തു.